ഇന്നത്തെ ഡിന്നർ സ്പെഷ്യലിൻ്റെ മെയിൻ താരമാണ് ഈ ഇറച്ചിപ്പിടി. ഇതെങ്ങനെ ഇറച്ചിപ്പിടി ആയെന്നുള്ള കഥ ഞാൻ വഴിയെ പറഞ്ഞുതരാം. പിന്നെ നല്ല അയല പൊരിച്ചത്, നല്ല വലിയ അയിലയാണ്, നല്ല സൂപ്പർ അയില, നല്ല മസാലയൊക്കെ തേച്ച് പൊരിച്ചെടുക്കണേന്ന്. ലിറ്റിൽ കറിവേപ്പില, നമ്മൾ പൊതുവെ രാത്രി ചോറ് കഴിക്കാറില്ല, എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളെ കഴിക്കാറുള്ളൂ. അപ്പം ആദമിൻ്റെ സ്പെഷ്യൽ പുട്ട് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവാണ്. എൻ്റെ വീട്ടിലൊക്കെ പുട്ടുണ്ടാക്കുന്നത് ഈ ഒരു മെത്തേഡല്ല കേട്ടോ. ഞങ്ങളൊക്കെ നനച്ചെടുക്കുക ചെയ്യാറ്, ചൂടുവെള്ളത്തിൽ നനച്ചെടുക്കും. ഇവിടെ നേരെ മറിച്ച് പുട്ടുപൊടി വെള്ളത്തിലേക്കിട്ട് വാട്ടിയെടുക്കുക ചെയ്യണത്. നല്ല സോഫ്റ്റായിട്ട് പുട്ട് കിട്ടും കേട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ ഷെഫ്? ഇല്ല, അതിന് ചൂടാറാൻ വെച്ച പരിപാടി കഴിഞ്ഞു, പുട്ട് റെഡി. ഭാവി കേട്ടണ്ടേ. അങ്ങനെ ഇവിടെ ഒരു സൈഡിൽ പുട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പുട്ടിൻ്റെ ആവി കയറ്റാൻ പോവുകയാണ്. ഞങ്ങൾ യൂഷ്വലി ഇവിടെ പുട്ട് കണയല്ല ഉപയോഗിക്കുന്നത്, ചിരട്ടപ്പുട്ടാണ്. അതായത് നമുക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആണ്, എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഓരോന്ന് കഴിച്ച് കഴിഞ്ഞാൽ സംഭവം റെഡി. ആക്ച്വലി ഞാൻ ബീഫ് പള്ളിക്കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചത്, പക്ഷെ ഒരിത്തിരി ഉപ്പ് കൂടിപ്പോയി. അപ്പം എന്ത് ചെയ്ത് നേരെ അരിപ്പൊടി വാട്ടി കുറച്ച് പിടി ഉണ്ടാക്കി ഇട്ട് കൊടുത്തു. അങ്ങനെയാണത് ഇറച്ചിപ്പിടിക്കറി ആയത്. വെറുതെ പറയല്ല കേട്ടോ, നല്ല സോഫ്റ്റ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഡിന്നറ് നല്ല ചൂട് അരിപ്പുട്ട്, നല്ല ബീഫ് പിടിക്കറി, കിട്ടിലൻ അയില പൊരിച്ചത്. എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടാ ഫുഡ്? അടിപൊളി. അത് കഴിച്ചിട്ട് പറ. അല്ല, ആക്ഷൻ നേരത്തെ ഇടാലോ. കറക്റ്റായിട്ട് ആക്ഷൻ മതി, ഫേക്ക് ആക്ഷൻ വേണ്ട. പുട്ട് നല്ല സോഫ്റ്റ്. വെയിറ്റ്, ഒരു തിരുമുളക് ചോറ്. അടിപൊളി പള്ളിക്കറി. ബീഫ് കുഴപ്പമില്ല, അടിപൊളി ബീഫ്. പിന്നെ നല്ല അയല വറുത്തത്. അടിപൊളി സംഭവം. അപ്പൊ ഒരു ബൈ പറഞ്ഞേക്ക്. ബൈ.